ഇതെന്താണെന്നറിയാമോ? മിക്കവാറും പേർക്ക് അറിയില്ലായിരിക്കും. ഇതിൻ്റെ പേര് കളിയോടയ്ക്ക എന്നാണ്. കളിയോടയ്ക്ക ഒരു നല്ല നാടൻ പലഹാരമാണ് കേട്ടോ. ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മയും അമ്മുമ്മയൊക്കെ ഉണ്ടാക്കി തന്നു കഴിച്ചിട്ടേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ഈ കളിയോടയ്ക്ക കണ്ടിട്ടേ ഇല്ല. പക്ഷെ ചിലർ പറയുന്ന ചില ബേക്കറികളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എത്ര ബേക്കറികളിൽ വാങ്ങിച്ചിരുന്നാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ നാടൻ കളിയോടയ്ക്കയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. പണ്ട് അമ്മയും അമ്മുമ്മയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ അടുത്ത് പോയിരിക്കും. എന്തിനാണെന്നറിയോ? അത് വറുത്ത് വരുമ്പോഴത്തേക്ക് മുത്തുമണികൾ കിലുങ്ങുന്നത് പോലെ നല്ല കിലുകിലാ കിലുങ്ങുന്ന സൗണ്ടാണ്. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. എത്ര നാൾ വേണമെങ്കിലും നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാമേ. ഞാനൊരു 200 ഗ്രാം അളവ് കപ്പിൽ ഒരു 2 കപ്പ് അരിപ്പൊടി, നല്ല വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 400 ഗ്രാം അരിപ്പൊടിയുണ്ട് കേട്ടോ. ഇനി അതേ കപ്പിൽ ഒരു കപ്പ് നല്ല ചിരകിയ തേങ്ങ എടുത്ത് മിക്സിയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 7-8 ചെറിയ ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. തൊലിച്ചിട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തരിതരിപ്പായിട്ട്, നല്ലതായിട്ട് വൃത്തിയായിട്ട് അങ്ങ് അരയൊന്നും വേണ്ട, തരിതരിപ്പായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം അത് നമുക്ക് മാവിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കളിയോടയ്ക്ക വറുത്ത് വരുമ്പോഴത്തേക്ക് അതൊന്ന് പൊട്ടി അന്ന് വെടിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നെയ്യ് ഇട്ട് കുഴയ്ക്കുന്നത്. അപ്പോൾ മാവൊന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് കൈവച്ച് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് കൈവച്ച് ഈ തേങ്ങയും നമ്മൾ അരച്ചെടുത്ത സംഭവങ്ങളും ഈ അരിപ്പൊടിയും നെയ്യും ഉപ്പും എല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് തിരികെ യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമുക്ക് കയ്യിൽ ഉരുട്ടാൻ പറ്റില്ല. ദേ കണ്ടില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഒരല്പം വെള്ളം നന്നായിട്ട് തിളപ്പിച്ച്, ഇടിയപ്പത്തിനൊക്കെ നമ്മൾ മാവ് കുഴയ്ക്കാനായിട്ട് വെള്ളം തിളപ്പിക്കത്തില്ലേ, അതുപോലെ നന്നായിട്ട് തിളപ്പിച്ച് അതിലോട്ട് ഒഴിച്ച്, ആദ്യം കൈകൊണ്ട് കുഴയ്ക്കാൻ പറ്റില്ലല്ലോ, തവിയുടെ ആ മൂട് കൊണ്ടൊന്ന് കുഴച്ചിട്ട് വീണ്ടും കൈ കൊണ്ട് കുഴച്ച് ഇടിയപ്പത്തിന് നമ്മൾ കുഴയ്ക്കുന്ന പരുവത്തിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. വെള്ളം കൂടിപ്പോകരുതേ. ഇതുപോലെ നമ്മളെപ്പോഴും ഇടിയപ്പത്തിന് കുഴയ്ക്കുന്നത് പോലെ. ഇനി നമുക്കത് നല്ല ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. പാൽ കൊഴിക്കട്ടയ്ക്കൊക്കെ ഉരുട്ടുന്നത് പോലെ ചെറിയ ചെറിയ ബോൾസ്, ഒരേ ലെവലിലുള്ള ബോൾസായിട്ട് മൊത്തം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിൽ എണ്ണ വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതെല്ലാം അങ്ങോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഉരുട്ടി വെച്ചതൊക്കെ 2 പാർട്ടായിട്ടേ എണ്ണയിൽ വറുത്തെടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം. തീ കൂട്ടി വെക്കരുത് കേട്ടോ, മീഡിയം തീയിലേ വെക്കാവുള്ളൂ. കാരണം നമുക്ക് കളിയോടയ്ക്കയുടെ അകം നന്നായിട്ട് വെന്ത് കിട്ടണം. ഒരു കുറച്ച് സമയം എടുക്കും കേട്ടോ അത് കളിയോടയ്ക്ക ഒന്ന് മൂത്ത് വരാനായിട്ട്. ഇപ്പം ഒരു 7-8 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്ക് ലൈറ്റ് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇതകമൊക്കെ വെന്തിട്ടുണ്ട്. പുറം ക്രിസ്പി ആയിട്ടും അകം വെന്തും ഇരിക്കും ഈ സമയത്ത് നമ്മൾ എടുത്താൽ. ഞാൻ കുറച്ച് ക്രിസ്പി ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് കളിയോടയ്ക്കയ്ക്ക് നല്ല ടേസ്റ്റ്. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് പുറമൊക്കെ നല്ല ഈ കളറിൽ ബ്രൗൺ ആയപ്പോഴത്തേക്ക് അതിൻ്റെ അകവും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു സെറ്റ് ഞാൻ വറുത്ത് കോരി, അതിനുശേഷം അടുത്ത സെറ്റ് നമ്മൾ ഉരുട്ടി വെച്ചിരുന്നത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും അതുപോലെ തന്നെ 2 സെറ്റായിട്ട് ഞാൻ മൊത്തം കളിയോടയ്ക്കയും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മൂപ്പെന്ന് പറയുന്നത് നമ്മൾ തീ ഒരുപാട് കൂട്ടി വയ്ക്കുകയാണെങ്കിൽ അങ്ങ് പുറം മാത്രം ക്രിസ്പായിട്ട് അകത്ത് വേകാതെ പോകും. അങ്ങനെയല്ല, നമ്മളൊരു മീഡിയം തീയിൽ വെച്ചിട്ട് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഞാൻ മൊത്തം വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. നല്ല സുന്ദരി മുത്തുമണികളെപ്പോലെ നമ്മുടെ കളിയോടയ്ക്കകൾ ആ കിലുങ്ങുന്ന കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മൾ എത്ര നാൾ വേണമെങ്കിലും ഇത് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പക്ഷേ അത്രയും നാളൊന്നും നമുക്ക് വെച്ചേക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ ഈ ഫോട്ടോ എടുക്കുന്നതിനിടയ്ക്ക് വെച്ച് ഒരു 7-8 എണ്ണം എൻ്റെ വയറ്റിൽ പോയി. അങ്ങനെ നമ്മളത് ടേസ്റ്റ് കാരണം നമ്മൾ ചുമ്മാ കഴിച്ചുകൊണ്ടിരുന്ന് പോകും. അപ്പം നിങ്ങൾ മിക്കവാറും പേര് ഇത് ഉണ്ടാക്കി കാണില്ലായിരിക്കും. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കണേ. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാമോ, നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കമൻസിലൂടെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ. നല്ലൊരു പലഹാരമാണ് കേട്ടോ, നാടൻ പലഹാരമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷവും അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഹാവ് എ ഗുഡ് ഡേ. ബൈ.